ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഡിസ്പെക്കബിൾ മീ 4 കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് PVR PXL ഫോർമോൾ കേട്ടോ. അപ്പോൾ അതേ അനുഭവം ഉണ്ടിട്ട് ഇന്ന് ഞങ്ങളോടെ രാഹുൽ ഒരു ഹൈ പറഞ്ഞേ, ഇതിൻ്റെ ചാനൽ എനിക്കൊന്ന് കാണിക്കണം. അപ്പോൾ രാഹുൽ അടിപൊളിയായിട്ട് IMAX ഉൾപ്പെടെ ഒരുപാട് തിയേറ്റേഴ്സിൻ്റെ വ്ളോഗൊക്കെ ചെയ്യാറുണ്ട്. രാഹുലിൻ്റെ ചാനലിൽ അല്ലെങ്കിൽ ഇട്ടേക്കാം, ഒന്ന് കണ്ടു നോക്കുക, അടിപൊളിയാണ്. ഡിസ്പെക്കബിൾ മീ 4 അതും PXL ഏകദേശം 12ഓളം സിനിമകൾ ഞാൻ ഇതുവരെ ഫോറമോൾ PXL സ്ക്രീൻ 4 കണ്ടിട്ടുണ്ട്. ദിസ് വാസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് എവർ. ഒരു രക്ഷയില്ലായിരുന്നടേ ഈ സിനിമയുടെ 3D. അത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ 3Dക്ക് വേണ്ടി നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി ഈ സിനിമ കണ്ടപ്പോൾ. ഇതിലൊരു ഗ്രാസ് ഹോപ്പറിൻ്റെ ഒരു സീനുണ്ട്. യൂഷ്വലി എല്ലാ 3Dകളും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇമേഴ്സീവായിട്ട് അകത്തേക്കാണ് 3D വരുന്നത്. ഡെപ്താണ് കാണുന്നത്. ഇതിനകത്ത് ഡെപ്ത് മാത്രമല്ല, ആ ഒരു പെർട്ടിക്കുലർ ഗ്രാസ് ഹോപ്പറിൻ്റെ സീൻ നിങ്ങൾ ഓർത്ത് വെച്ചോ. ഈ സിനിമ കാണുമ്പോൾ ആ സീൻ വരുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കും. അത്രയും കിടിലൻ 3D ആയിരുന്നു. ഒരു ഗ്രാസ് ഹോപ്പറിനെ ഇതിലെ വില്ലനെടുത്തത് ഇങ്ങനെ കാണിക്കുന്ന ഒരു സീനുണ്ട്. എൻ്റെ മോനെ, അതുപോലെ കുറേ സീൻസ് ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ആ ഗ്രാസ് ഹോപ്പറിൻ്റെ സീൻ മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞാനും അനുപയും സൈഡിൽ രാഹുലും ഞങ്ങൾക്ക് എത്ര പോഴ്ത്തിയാലും മതിയാവില്ല. അത്രയും കിടിലൻ എക്സ്പീരിയൻസ്. എവിടെയൊക്കെയോ ഒരു IMAX ഫീൽ കിട്ടി. IMAX ഇസ് ഓൾവേസ് IMAXിൻ്റെ 3D ആണ് ടോപ്പ് നോച്ച് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതാണ് കിടിലൻ. അതുകൊണ്ട് തന്നെ ഐ വിൽ ഹൈലി റെക്കമെൻഡ്, ഇഫ് യു ഹാവ് എൻ IMAX സ്ക്രീൻ നിയർ യു, കണ്ണും പൂട്ടിപ്പോയി സിനിമ കാണാം. ഇതൊരു ഫ്ലാറ്റ് റേഷ്യോ സിനിമയാണ്. അതായത് 16:9 റേഷ്യോയിലോ 4:3 ആ ടൈപ്പ്. ഈ സിനിമ എടുത്തിരിക്കുന്നത്, ഇഫ് ഐ ബിലീവ് ഇറ്റ് ഇസ് ടു ബി ട്രൂ, 1.85:1 ഈ സിനിമ എടുത്തിരിക്കുന്നത്. IMAXിൽ അത് 1.89:1 റേഷ്യോയിലായിരിക്കും. ഒരു രക്ഷയില്ലടേ, കിടിലം പടമാണ്. ത്രൂ ഔട്ട് നിങ്ങൾക്ക് ചിരിക്കാനുള്ളതുണ്ട്. വളരെ കളർഫുള്ളാണ്, വൈബ്രൻ്റ് ആണ്. സ്പീക്കിംഗ് ഓഫ് കളേഴ്സ്, PXLിലെ ഏറ്റവും വലിയൊരു ഗുണം, ഫോറമോൾ സ്ക്രീൻ 4 ഇസ് ദ ബെസ്റ്റ് സ്ക്രീൻ ഇൻ കൊച്ചി എന്ന് ഞാൻ പറയാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതുപോലെ ഒരു ആനിമേഷൻ സിനിമ അവിടെ ചെന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ആ ഡെപ്തും ആ ഒരു 3D എഫക്റ്റും അതിൻ്റെ കളേഴ്സും, ആ കളേഴ്സ് റിച്ച് കളേഴ്സ് ഡേ, എൻ്റെ പൊന്നു എന്ത് രസം വരുന്നറിയാമോ. ഈ ജെംസ് മിഠായിയുടെ പാക്കറ്റ് നോക്കുമ്പോൾ നമുക്കൊരു കളർ കിട്ടൂല. ആ കളറായിരുന്നു ഈ സിനിമയ്ക്ക്. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ദി ബെസ്റ്റ് അൺടിൽ ഡേറ്റ് ഇൻ PXL ഫോർമോൾ, ദി ബെസ്റ്റ്. അതിലും ഒരു തർക്കവുമില്ല. അത്രയും സൂപ്പറായിരുന്നു. അനുപയം ഈക്വലി എൻ്റെ കൂടെ അവിടെ വന്ന് ഒരുപാട് സിനിമകൾ PXL കണ്ടിട്ടുണ്ട്. രാഹുൽ അവിടെ PXL ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. എല്ലാവരും ഒരു തർക്കമില്ലാതെ പറഞ്ഞു ദി ബെസ്റ്റ് ആണെന്നുള്ളത്. ദി ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഇത് അൺഫോർച്ചുനേറ്റ്ലി ഒറ്റൊരു ഷോയെ PXLുള്ളൂ. ഞങ്ങൾ ഇന്നലെ കണ്ടത് 4:30 ഷോ. ഇന്ന് അത് 5:30 റീടൈം ചെയ്തിട്ടുണ്ട്. പറ്റിയാൽ ഇന്ന് തന്നെ പോയി നിങ്ങൾ കാണുക. ഈ സിനിമ ഇഷ്ടമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ 3D എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് മക്കളുണ്ട്, നെഫ്യൂസ് നീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൊണ്ടുപോകുക. ദേ വിൽ ഹാവ് എ ബ്ലാസ്റ്റ് ഓഫ് എ ടൈം. അടിപൊളിയായിരിക്കും. ഈ PXLിൻ്റെ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ സിനിമ ചെന്ന് കണ്ടാൽ മതി. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ കൊച്ചിയിലെ ബെസ്റ്റ് തിയേറ്റർ സ്ക്രീൻ എന്നുള്ള ഒരു സംഭവം ഞാൻ എൻ്റെ ചാനലിലൂടെ പല വട്ടമായിട്ട് ഞാനിപ്പോൾ പറയുന്നത് എന്നുള്ളത്. എന്തുകൊണ്ടാണ് സ്ക്രീൻ 4 ഫോറമോൾ PXL സ്ക്രീൻ ദി ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സിനിമ നിങ്ങൾക്ക് ഒന്ന് കണ്ടു നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. അത്രയും കിഡിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. കൂടുതലൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം the cinema, the theater screen will speak it for you. അത്രയും കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയും കിടിലൻ എക്സ്പീരിയൻസ്. ടോപ്പ് നോച്ച്, ദ ബെസ്റ്റ് ഐ ഹാവ് സീൻ ദിസ് ഇയർ. ഫ്യൂറിയോസ എന്നുള്ള സിനിമ വനിതാ സ്ക്രീൻ 1 കണ്ടപ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയും സൗണ്ട് ക്ലാരിറ്റിയും വിഷ്വൽ ക്വാളിറ്റിയും കണ്ടിട്ട് ഞാൻ അന്തം വിട്ടു പോയിരുന്നു. ആ ഒരു ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ സിനിമയിൽ ഞാനിപ്പോൾ സ്ക്രീൻ 4 PXL കണ്ടപ്പോൾ. ഞാൻ ഫ്യൂറിയോസ പോയിട്ട് സ്ക്രീൻ 4 PXL കാണാത്തതിന് എനിക്ക് ഒരുപാട് റിഗ്രറ്റ് തോന്നിപ്പോയി. കാരണം ഞാൻ 2 തവണ ആ സിനിമ ഫ്യൂറിയോസ അവിടെ ചെന്ന് കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഫ്രീ ടൈമും അവിടുത്തെ ഷോ ടൈമും അലൈൻ ആയില്ല. അതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ മിസ്ഡ് ഇറ്റ്. ബട്ട് ദാറ്റ് വാസ് എ ഹ്യൂജ് മിസ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഫ്യൂറിയോസയുടെ DCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4K ഡോൾബി അറ്റ്മോസ് ആയിരുന്നു.
വളരെ റെയർ ആയിട്ടാണ് DCP 4K അറ്റ്മോസ് വരുന്നത്. ഐ റിയലി മിസ്ഡ് ഇറ്റ്. കാരണം ഈ സിനിമയുടെ DCP ഇത് 3D മൂവി ആയതുകൊണ്ട് 2K 3D ഡോൾബി 7.1 ആണ് വന്നിരിക്കുന്നത്. അറ്റ്മോസ് അല്ലായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് എന്തൊരു ചെറിയ എറർ പറ്റിയതെന്നുകൊണ്ട് തുടക്കം അറ്റ്മോസ് എഴുതി കാണിച്ചു, അല്ലെങ്കിൽ അറ്റ്മോസ് തന്നെയാണോ എന്ന് ഐ എം നോട്ട് വെരി ഷുവർ. 7.1 ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ കിടിലൻ, അത് IAB ആയിരുന്നു. അതായത് ഇമേഴ്സീവ് ഓഡിയോ ബിട്രേറ്റ് എന്ന് പറയും, IAB. ഈ സാധനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സറൗണ്ട് കൂടാണ്ട് നിങ്ങൾക്ക് മുകളിൽ നിന്നൊക്കെ സൗണ്ട് വരുന്ന പോലെ ഒരു ഇമേഴ്സീവ് എഫക്റ്റ് കിട്ടും. ഈ ബൗൺസ് ബാക്ക് ചെയ്തുകൊണ്ട് സൗണ്ട്, അത് ഒരു രക്ഷയില്ലായിരുന്നു. കിടിലം പടം, കിടിലം പടം. എനിക്ക് അത്ര പറയാനുള്ളൂ. നിങ്ങൾ വേറെ ഒന്നും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ സിനിമയുടെ ഒരു പ്ലോട്ടോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ദിസ് ഇസ് എ ഫൺ ജോയ് റൈഡ്, എസ്പെഷ്യലി ഫോർ ദ കിഡ്സ് മാത്രമല്ലേ, ഇത് ഭയങ്കര രസമായിരുന്നു. ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് ഇൻസൈഡ് ഔട്ട് 2 അത് അവർ ഈ PXL വേണമായിരുന്നു സംഭവം സ്ക്രീൻ ചെയ്യാൻ. അതുപോലെ തന്നെ മെഗാമൈൻഡ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. പിക്സാറിൻ്റെ ഏത് മൂവീസ്, ഡ്രീം വർക്സിൻ്റെ ഏത് മൂവീസ്, ഹൗ ടു ട്രെയിൻ എ ഡ്രാഗണൊക്കെ, എൻ്റെ പൊന്നു ഈ സിനിമകളൊക്കെ ഈ തിയേറ്ററിലായിരുന്നു ഇരുന്ന് കാണേണ്ടത്. റാറ്റ് 2, വോളി, പറയാൻ പോയ ഒരുപാടുണ്ട്. PXL സ്ക്രീൻ ഡെഫിനറ്റ്ലി സ്റ്റാൻഡ്സ് ഔട്ട് ടോൾ അമംഗ്സ് ദ ബെസ്റ്റ് തിയേറ്റേഴ്സ് ഇൻ കൊച്ചി. അതിൽ ഒരു ഡൗട്ടില്ല, ഹാൻഡ്സ് ഡൗൺ ദി ബെസ്റ്റ് ആണ്. അത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കാൻ സിമ്പിൾ ആൻസറാണ്, ഈ സിനിമ പോയി PXL കാണാം, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ. കിടിലൻ എക്സ്പീരിയൻസ്. അനുപയ്ക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. രാഹുലിൻ്റെ ഒപ്പീനിയൻ രാഹുലിൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ ലിങ്ക് ചെയ്തേക്കാം, കണ്ടു നോക്കുക. ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് തിയേറ്റർ ഫാനാറ്റിക്സ് ഔട്ട് ദെയർ. ആള് വളരെ ഡീറ്റെയിൽ ആയിട്ട് പല തിയേറ്ററുകളെ പറ്റി വളരെ നല്ല ടെക്നിക്കൽ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ആള്. ഒരുപാട് ഇൻഫോർമേഷൻസ് എനിക്കും തരാറുണ്ട്. നമ്മുടെ PXL യൂസ് ചെയ്തിരിക്കുന്ന സീറ്റ്സ് ഫർക്കോ എന്ന ബ്രാൻഡിൻ്റെ സീറ്റ്സ് ആണെന്നുള്ളത് എനിക്ക് പറഞ്ഞ് തന്ന് അറിവ് നൽകിയത് രാഹുലാണ്. ഐ ഹാവ് ഹ്യൂജ് ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഹിം. അപ്പോൾ രാഹുലിൻ്റെ ചാനൽ ഒന്ന് എടുത്ത് നോക്കുക. രാഹുൽ ഒരുപാട് ഐമാക്സസ് ഇന്ത്യ എമ്പാടും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ടെക്നിക്കൽ നോളജ് ഉള്ള ഒരാളാണ്. തിയേറ്ററിൽ പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആളാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഞങ്ങൾ ഒന്നിച്ച് ഒരു സിനിമയ്ക്ക് പോകാൻ ഒരു ആഗ്രഹമുണ്ട്. എന്തായാലും ഞങ്ങൾ അത് അലൈൻ ചെയ്ത് പോകും. ഹോപ്പ്ഫുള്ളി ഏതെങ്കിലും നല്ലൊരു ഐമാക്സിൽ തന്നെ. എന്തായാലും കിടിലൻ. രാഹുലിൻ്റെ ചാനലും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ്, അതാണ് എനിക്ക് പറയാം. പിന്നെ അതുപോലെ ഒരു വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കിടിലൻ ഒരു ഐമാക്സ് വീഡിയോസ് ചെയ്യുന്ന ഒരു യൂട്യൂബർ ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ, KD Cloudy. ഒന്ന് ആ ചാനൽ ചെക്കൗട്ട് ചെയ്യുക. വളരെ യൂസ്ഫുൾ ആണ്, വളരെ യൂസ്ഫുൾ. KDയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശ്രേയസിൻ്റെ ചാനൽ. ഈ 3 ചാനൽ ഞാൻ ലിങ്ക് ചെയ്തേക്കാം, ഒന്ന് കണ്ടു നോക്കുക. വളരെ ഇൻഫോർമേറ്റീവ് വീഡിയോസാണ്. എന്തായാലും കിടിലൻ എക്സ്പീരിയൻസ്, ടോപ്പ് നോച്ച്, അൺഡൗട്ടഡ്ലി ദി ബെസ്റ്റ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ അങ്ങനെ വളരെ കുറച്ച് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറുള്ളത്. ഇഫ് യു ആർ എ മൂവി ലവർ, ഇഫ് യു ലവ് 3D മൂവീസ്, ദിസ് ഇസ് കൈൻഡ് ലൈക്ക് എ ബെഞ്ച് മാർക്ക് ഇൻ കൊച്ചി തിയേറ്റർ. അപ്പോൾ കൊച്ചിയിലെ തിയേറ്റേഴ്സിൽ ഇത്രയും നല്ല എക്സ്പീരിയൻസ് ഇതിനും ബെസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. അത്രയും കിടിലായിരുന്നു 3D, അത്രയും കിടിലായിരുന്നു ഇവിടുത്തെ മൊത്തത്തിലുള്ള സൗണ്ടും വിഷ്വൽ എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഇത് കാണാൻ ശ്രമിക്കാമെന്ന് ഞാൻ പറയും. അതുപോലെ ദ മൂവി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഔട്ട് ദെയർ, പ്ലീസ് ബെസ്റ്റ് DCPs സെൻഡ് ചെയ്യുക. നമ്മുടെ കൽക്കിയുടെ DCP അയച്ച പോലെ ആവരുത്, ഇത്ര ലേറ്റ് ആക്കരുത്. ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ ഡെഫിനറ്റ്ലി നല്ല കിഡിലൻ DCPs അയക്കുക. ക്വാളിറ്റി മൂവീസ് കാണാൻ വേണ്ടി ക്വാളിറ്റി തിയേറ്റേഴ്സ് സെലക്ട് ചെയ്ത് സിനിമ കാണാൻ പോകുന്ന ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് വലിയ ലെറ്റ് ഡൗൺ ആണ് ഇഫ് യു ഡോണ്ട് ഗിവ് ഔട്ട് ഗുഡ് DCPs. അപ്പോൾ പ്ലീസ് നല്ല DCPs സെൻഡ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. എന്തായാലും ബൈ.